നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കൂട്ടുമന്ത്രിമാരെയും കൂട്ടി കാസർഗോഡ് മുതൽ പാറശാല വരെ നടത്തിയ ഒരു അനാവശ്യ സർക്കിട്ടായിരുന്നു നവകേരള സർക്കിട്ട്. ഈ നവകേരള സർക്കിട്ടിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആലപ്പുഴ താലൂക്ക് ആശുപത്രിയുടെ മുന്നിൽ വെച്ച് ഒരു KSU നേതാവിനെയും യൂത്ത് കോൺഗ്രസ് നേതാവിനെയും മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകനും ഗൺമാനും ചേർന്ന് വധിക്കാൻ ശ്രമിക്കുന്നതാണ്. അവരുടെ തലയോട് അടിച്ചു പൊട്ടിക്കുന്നതാണ്. അന്നത് വലിയ വിവാദമായി. പിന്നീട് പിണറായി വിജയൻ്റെ പോലീസും ക്രൈംബ്രാഞ്ചും ഈ ഗൺമാനും അംഗരക്ഷകനും ക്ലീൻ ചിറ്റ് നൽകി. പക്ഷേ ഭരണം മാറിയപ്പോൾ ഈ കേസ് പുനരന്വേഷിക്കാൻ വേണ്ടി പുതിയ സർക്കാർ ഉത്തരവിട്ടു. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രത്യേക അന്വേഷണ സംഘം DGPക്ക് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടും നൽകി. പ്രത്യേക അന്വേഷണ സംഘം ആദ്യ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ തന്നെ അംഗരക്ഷകനും ഗൺമാനും മുൻകൂർ ജാമ്യാപേക്ഷയുമായി ആലപ്പുഴ സെഷൻസ് കോടതിയെ സമീപിച്ചു. പക്ഷേ അതിൽ ജാമ്യം നിഷേധിക്കത്തക്ക വിധത്തിലുള്ള വകുപ്പുകളൊന്നും തന്നെ ചുമത്താത്തതുകൊണ്ട് ആ ജാമ്യാപേക്ഷ പിൻവലിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് വധശ്രമം ഉൾപ്പെടെയുള്ള ജാമ്യം ലഭിക്കാത്ത അതീവ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയത്. എന്തായാലും 5 പ്രതികളാണ് ഈ കേസിലുള്ളത്. 5 പേരും ജാമ്യാപേക്ഷയുമായി ഇന്ന് കോടതിയിലെത്തിയിട്ടുണ്ട്. ഇന്ന് അവരുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയാണ്. ഈ 5 ജാമ്യാപേക്ഷകളും ഒരുമിച്ച് പരിഗണിക്കണം എന്നുള്ളതാണ് ഈ അംഗരക്ഷകനും ഗൺമാനും ഉൾപ്പെടെയുള്ള പ്രതികളുടെ ആവശ്യം. കോടതി മിക്കവാറും അങ്ങനെ തന്നെയായിരിക്കും പരിഗണിക്കുക. എന്തായാലും അതിൻ്റെ വിധി വരാനിരിക്കുന്നു. പക്ഷേ ഈ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയതിനു ശേഷം ഈ ഗൺമാനെയും അംഗരക്ഷകനെയും പറ്റി വിവരമൊന്നുമില്ല. ഈ 5 പേരും ഒളിവിലാണെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ. ഈ ഗൺമാനൊക്കെ പാർട്ടി പ്രവർത്തകരാണ്, പാർട്ടിയോട് അനുഭാവമുള്ളവരാണ്, മുതിർന്ന നേതാക്കളുമായി വളരെയധികം അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ പെട്ടെന്നൊരു നടപടിയെടുക്കാൻ, അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസ് മടിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. കേരള പോലീസിന് ഇവരെ പിടിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഇത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ അവരുടെ മേലുള്ളത് കൊണ്ടാണ്. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 20 ദിവസങ്ങളോളമായിരിക്കുന്നു. പക്ഷേ പിണറായി വിജയൻ നിയമിച്ച സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇപ്പോഴും അതേ സ്ഥാനത്ത് തുടരുകയാണ്. അവർ ഏകദേശം 1000ഓളം പേരുണ്ട്. ഈ 1000ഓളം പേരും പിണറായി വിജയനോടും പാർട്ടിയോടും കൂറുള്ളവരാണ്. അങ്ങനെ കൂറുള്ളവരെയാണ് ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിയമിക്കുന്നത്. അപ്പോൾ അവരെയൊന്നും ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷം നീക്കം ചെയ്തിട്ടില്ല. അവരൊക്കെ ആ സ്ഥാനത്തു തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ചെറിയൊരു മടിയുണ്ടാകും. അല്ലെങ്കിൽ കോടതി കടുപ്പിക്കണം. എന്നാൽ മാത്രമേ ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകൂ. എന്തായാലും ആലപ്പുഴ സെഷൻസ് കോടതി ഇവരുടെ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ പോലും ഇവർക്ക് മേൽക്കോടതിയെ സമീപിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഹൈക്കോടതിയിലും ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ തന്നെ പോകാനുള്ള അവസരവും അവരുടെ സാമ്പത്തികവും ഒക്കെ അവർക്കുണ്ട്. ആ വഴിക്ക് നീങ്ങിയാലും ദിവസങ്ങളോളം, മാസങ്ങളോളം ഒരുപക്ഷെ കടന്നുപോയെന്ന് വരാം. ആ സമയത്ത് പോലും ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് മടിക്കും. കാരണം ഈ അനിൽകുമാറും ഗൺമാനുമൊക്കെ പിണറായി വിജയൻ്റെ നിഴൽ പോലെ ഒട്ടി നടന്ന് നേതാക്കളുമായിട്ടൊക്കെ വലിയ രീതിയിലുള്ള ബന്ധം പുലർത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് നീണ്ടുപോയേക്കാനും സാധ്യതയുണ്ട്. എന്തായാലും കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. ഇവരെ അറസ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം കേരള പോലീസും ആഭ്യന്തര വകുപ്പും ഒക്കെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ സംശയദൃഷ്ടിയിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരുപക്ഷെ കോടതി അവരുടെ ജാമ്യാപേക്ഷ ഇന്ന് തള്ളിയാൽ അവർ കീഴടങ്ങാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാവകാശം നൽകാനായി പോലീസ് ഒത്തുകളിക്കുമോ എന്നുള്ളൊരു ആശങ്കയും പൊതുസമൂഹത്തിനുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ നാണക്കേട് കേരള പോലീസിനും ആഭ്യന്തര വകുപ്പിനും തന്നെയാണ്. ഇവരുടെ അറസ്റ്റ് പ്രതീക്ഷിച്ചിരിക്കുന്ന ലക്ഷോപലക്ഷം ആളുകൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഇവരുടെ അറസ്റ്റ് എത്രയും വേഗം തന്നെ നടക്കുമെന്ന് ഒരു പ്രതീക്ഷയുള്ള വലിയൊരു വിഭാഗവുമുണ്ട്. പക്ഷേ അതിനുവേണ്ടി ഇവർക്ക് മേൽക്കോടതികളിൽ നിന്ന് ജാമ്യം ലഭിക്കാനായി ഒത്തുകളിക്കുമോ, പോലീസ് ഉൾപ്പെടെയുള്ളവർ ഒത്തുകളിക്കുമോ എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്.